ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ജീവിതയാത്രയിൽ മിക്ക ആൾക്കാരുടെയും ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തികമായ പ്രശ്നങ്ങളാണ്. രോഗങ്ങളൊക്കെ വന്ന് ഭവിച്ചിട്ട് ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധകളും ഒക്കെ ആയിരിക്കുന്നവരാണ് അനേകർ. നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ അവസ്ഥ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോഴിവിടെ സദൃശവാക്യങ്ങളുടെ പുസ്തകം 15:16 ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോഭക്തിയോടുകൂടെ അല്പധനമുള്ളത് നന്ന്. കർത്താവിൽ പ്രിയരെ, ദൈവം ഒരു മനുഷ്യനെയും അവൻ്റെ കപ്പാസിറ്റിക്ക് അധികമായിട്ട് പരീക്ഷിക്കുകയില്ല, അന്നം മുടക്കുകയില്ല. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുന്ന, കർത്താവിനെ വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കാമെങ്കിലും ദൈവം സമാധാനവും സന്തോഷവും നൽകും. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഇന്നുള്ള ചില സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കടബാധ്യതകളോ കണ്ടുകൊണ്ട് ഭയപ്പെട്ട് തല കുനിച്ചിരുന്ന് നമ്മുടെ സമയം പാഴാക്കരുത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. കർത്താവിൻ്റെ വചനമാണ് ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒത്തിരി സമ്പത്തുണ്ടായിട്ട് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടും തകർന്നും പിഴച്ചും പോകുന്നു. അങ്ങനെയുള്ള അവസ്ഥയെക്കാട്ടിലും ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും ദൈവ വഴിക്ക് നമുക്ക് വളർത്താനായിട്ട് സാധിച്ചെങ്കിൽ അതാണ് ഏറ്റവും അനുഗ്രഹവും നന്മയും. അതുകൊണ്ട് തല കുനിച്ചിരിക്കരുത്, ദൈവത്തിൽ ആശ്രയം വെക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.